രാജ്യത്തുടനീളം ലഹരിവേട്ടയാണ് 88 കോടി രൂപയുടെ വൻ ലഹരിവേട്ട നടത്തിയിട്ടുണ്ട്. ഇംഫാൽ, ഗുവാഹത്തി സോണുകളിൽ നിന്നാണ് ലഹരി മരുന്നുകൾ പിടികൂടിയത്. പഞ്ചാബ് അതിർത്തിയിൽ നിന്ന് 10 പാക്കറ്റ് ഹെറോയിനും പിടികൂടി. ലഹരിക്കടത്തുകാരോട് ദയ കാണിക്കില്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും പറഞ്ഞു. വിവരങ്ങളുമായി വിനീത വിജി ഡൽഹിയിൽ ചേർന്നു. വിനീത, ഈ ലഹരി എന്ന വിപത്തിനെ പൂർണ്ണമായി തടയാൻ, അതിനെ വേരോടെ പിഴുതെറിയാൻ രാജ്യവ്യാപകമായി റെയ്ഡ് തുടരുന്നു. ഇന്നത്തെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ എന്തൊക്കെയാണ്? തീർച്ചയായും സുഹൈൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ലഹരിയെ ഇല്ലാതാക്കാൻ, ലഹരി മുക്തമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ രാജ്യത്താകമാനം തന്നെ പുരോഗമിക്കുകയാണ്. ഈ അടുത്തിടെ ഈ ലഹരിവേട്ട നടന്നതിൽ ഏറ്റവും വലിയൊരു ലഹരിവേട്ടയാണ് ഇന്ന്. അതിന്റെ വിവരങ്ങളാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. 88 കോടി രൂപയുടെ ലഹരി വസ്തുക്കളാണ് പിടികൂടിയിരിക്കുന്നത്. മെത്താഫെറ്റമിന്റെ ഗുളികകളാണ് ഈ പിടികൂടിയിട്ടുള്ളത്. ഇംഫാലൊപ്പം തന്നെ ഗുവാഹത്തി മേഖലകളിൽ നിന്നാണ് ഈ ലഹരി വസ്തുക്കൾ പിടികൂടിയിട്ടുണ്ടായിരുന്നത്. ഇതിൽ 4 പേരെ NCB അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. ഇവരെ സംബന്ധിച്ച് വളരെ വിശദമായി തന്നെ ചോദ്യം ചെയ്തു വരികയാണ്. ഈ നർക്കോട്ടിക് ടീമിനെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അഭിനന്ദിച്ചിട്ടുമുണ്ട്. ഒപ്പം തന്നെ ഈ രാജ്യത്തെ ലഹരി വിമുക്തമാക്കുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ NCBയുടെ ഇത്തരം പ്രവർത്തനങ്ങൾ അത് ആക്കം കൂട്ടുന്നതാണ്, ആ നടപടിക്ക് ആക്കം കൂട്ടുന്നതാണെന്ന് തന്നെയാണ് അമിത്ഷാ പറഞ്ഞിട്ടുള്ളത്. 88 കോടി രൂപയുടെ വില വരുന്ന ഈ ലഹരി വസ്തുക്കളാണ് ഇന്ന് പിടികൂടിയിട്ടുള്ളത്. ഒപ്പം തന്നെ അല്പസമയം മുൻപ് പഞ്ചാബിൽ നിന്നും ഈ സമാനമായിട്ടുള്ള ഒരു വിവരം കൂടി നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഇത് പുലർച്ചയോട് കൂടിയാണ് പഞ്ചാബിൽ നിന്നും ഈ ലഹരി വസ്തുക്കൾ പിടികൂടിയിട്ടുണ്ടായിരുന്നത്. അവിടെ ഹെറോയിനാണ് പിടികൂടിയിരുന്നത്. അതൊരു ഈ കൃഷിയിടത്തിൽ ഒളിപ്പിച്ച നിലയിലാണ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. 10 പാക്കറ്റ് ഹെറോയിനാണ് അവിടെ നിന്ന് പിടികൂടിയത്. BSF ഉദ്യോഗസ്ഥരാണ് അവിടെ നിന്ന് ഇത് കണ്ടെത്തുകയും ഒപ്പം അവരുടെ വിവരം അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള ആളുകളെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇവരെയും വളരെ വിശദമായി തന്നെ ചോദ്യം ചെയ്തു വരികയാണ്. ഇങ്ങനെ ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആളുകൾക്ക് ഒരു വിധത്തിലും അവരോട് ഒരു വിധത്തിലും ഒരു ഇതുമുണ്ടാകില്ല. വളരെ കൃത്യമായി തന്നെ അവർക്കെതിരെ നടപടികൾ സ്വീകരിക്കുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുകയാണ്. ശരി, ലഹരിക്കടത്തുകാരോട്, നാടിനെ ലഹരിയിൽ മുക്കി നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരോട് ഒരു ദാക്ഷിണ്യവും ഉണ്ടാകില്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അടക്കം വ്യക്തമാക്കിയിട്ടുണ്ട്. വിനീത വിജിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.